ഹായ് കൂട്ടുകാരെ, പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കീടങ്ങളെ തുരത്താൻ കഞ്ഞിവെള്ളം കൊണ്ട് ഉഗ്രൻ ജൈവ കീടനാശിനി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അടുക്കളയിൽ ബാക്കി വരുന്ന കഞ്ഞിവെള്ളം ചെടികളിലെ കീടങ്ങളെ അകറ്റാനും വളമായും ഉപയോഗിക്കാറുണ്ട്. ഇലപ്പേനുകൾ, വെള്ളീച്ചകൾ, കറുത്ത മുഞ്ഞ എന്നിവയെ നിയന്ത്രിക്കാൻ ഇത് ചെടികളിൽ തളിക്കാം. കഞ്ഞിവെള്ളത്തിൻ്റെ ഈ പശ കീടങ്ങളെ ഇലകളിൽ കുടുക്കാൻ സഹായിക്കും. ഞാനിവിടെ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ദിവസം പഴക്കമായ കഞ്ഞിവെള്ളം 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും. നല്ല വേപ്പിൻ പിണ്ണാക്ക് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 1/2 ലിറ്റർ കഞ്ഞിവെള്ളത്തിലോട്ട് 1 പിടി വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഒരുപാട് ചെടികളുണ്ടെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഈ ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് നമുക്ക് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ജൈവ കൃഷിയിൽ വളമായും കീടനാശിനിയായും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 പിടി വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ചതച്ചെടുത്ത ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്നതിനൊപ്പം മണ്ണിലുണ്ടാകുന്ന ദോഷകരമായ കീടങ്ങളെയും രോഗങ്ങളെയും അകറ്റാൻ ഈ വേപ്പിൻ പിണ്ണാക്ക് സഹായിക്കുന്നു. ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു ദിവസം വെക്കുക. എന്നിട്ട് നമുക്കിത് പിറ്റേ ദിവസം എടുക്കാം. അങ്ങനെ ഞാൻ റെഡിയാക്കി വെച്ച മിശ്രിതമാണിത്. നല്ല പോലെ ഈ കഞ്ഞിവെള്ളത്തിൽ ഈ വേപ്പിൻ പിണ്ണാക്കും വെളുത്തുള്ളിയും ഒക്കെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. സ്പ്രേ ബോട്ടിലാക്കി ഒഴിച്ച് കൊടുക്കാനാണ് ഇത് അരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് കൈ വെച്ചും തളിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഒന്ന് അരിച്ചെടുക്കുകയാണ്. വേപ്പിൻ പിണ്ണാക്ക് ചെടികൾ നടുന്നതിന് മുമ്പ് തടത്തിൽ ചേർക്കുന്നത് വഴി മണ്ണിലുള്ള നിമാവിരകൾ, ചിതല്, വേരുപുഴുക്കൾ എന്നിവയൊക്കെ നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ് ഈ വേപ്പിൻ പിണ്ണാക്ക്. അതുപോലെ ചെടി നടുന്ന സമയത്ത് അല്ലെങ്കിൽ വളമായി ഒക്കെ നമുക്ക് ഓരോ ചെടിയുടെ തടത്തിൽ ഒരു 50 ഗ്രാം വരെ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിൽ നിന്നും കുറച്ച് ലായനി ഇതിലോട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഈ ബാക്കി വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അത് വെറുതെ കളയേണ്ട. അത് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ എല്ലാ ചെടികളുടെ ചുവട്ടിലും ഇത് ഒഴിച്ച് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ മണ്ണിൽ നിന്ന് വരുന്ന കീടങ്ങളെ തുരത്താനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഒന്നും ഒഴിവാക്കി കളയേണ്ട. തക്കാളിയുടെയും മുളകിൻ്റെയും വെണ്ടയുടെയും ചുവട്ടിലൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ അരിച്ചെടുത്ത ലായനി ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് നമുക്ക് കീടങ്ങളുള്ള ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഒത്തിരി നല്ലതാണ്. അപ്പോൾ നല്ല തിക്കാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടാം. അപ്പോൾ ഇത്രയും ഞാൻ ഇതിലോട്ട് വെള്ളം കൂട്ടുന്നുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ലായനിയല്ലേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലോട്ട് അത്രത്തോളം വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ നേർപ്പിച്ചതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് നമുക്ക് എല്ലാ ചെടികളിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കീടങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ച 2 പ്രാവശ്യം ഇത് ചെയ്ത് കൊടുക്കുക. ചെടികളുടെ ഇലകളെയും തണ്ടിനെയും ബാധിക്കുന്ന കീടങ്ങളെ അകറ്റാൻ ഇത് നേരിട്ട് തളിച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ലായനി ചെടികളുടെ ഇലകളുടെ ഇരുവശങ്ങളിലും തളിക്കുന്നത് ഇലപ്പേനുകൾ, വെള്ളീച്ചകൾ തുടങ്ങിയ കീടങ്ങളെ അകറ്റാൻ വളരെ ഫലപ്രദമാണിത്. ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നമുക്കിതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരുവിധം കീടങ്ങളൊക്കെ മാറ്റി നിർത്താനായിട്ട് വളരെ നല്ലതാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർത്ത നീര് കലക്കി തളിക്കുന്നത് രൂക്ഷമായ മണമുള്ളതിനാൽ കീടങ്ങളെ അകറ്റി നിർത്താൻ വളരെ നല്ലതാണ്. അപ്പോൾ കീടനാശിനി എപ്പോഴും വൈകുന്നേരങ്ങളിലോ വെയിൽ കുറവുള്ളപ്പോഴോ വേണം ഉപയോഗിക്കാനായിട്ട്. കഞ്ഞിവെള്ളം
കഞ്ഞിവെള്ളം നമുക്ക് എപ്പോഴും പുളിപ്പിച്ചതിന് ശേഷം നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഇതുപോലെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാൻ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.